AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് വഴിവിട്ട സഹായവുമായി സർക്കാർ. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നവീകരണത്തിന് 2 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പ് പണം അനുവദിച്ച് ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. പ്രജിത്ത് മോഹനൻ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, അർഹിക്കുന്നതിലും കൂടുതൽ തുകയാണ് ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് സർക്കാർ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചിരിക്കുകയാണല്ലേ? ദേവിക, ഇപ്പോൾ AKG സെൻറ്റർ, അതായത് CPM-ന്റെ സംസ്ഥാനത്തെ ആസ്ഥാന മന്ദിരത്തിന് പുതിയൊരു ബിൽഡിംഗ് അവർ സ്ഥാപിച്ചിരുന്നു. അത് നല്ല കോടികൾ ചെലവഴിച്ച് തന്നെയാണ് വലിയ ഒരു കെട്ടിട സമുച്ചയം തന്നെ നിർമ്മിച്ചത്. ഇത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പൊക്കമുള്ള ബിൽഡിങ്ങുകൾ ഒന്നുകൂടിയാണ് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അത്ര വലിയൊരു മന്ദിരമാണ് CPM അവരുടെ പുതിയ ആസ്ഥാന മന്ദിരമായി നിർമ്മിച്ചത്. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പഴയ AKG സെൻറ്ററിന് തൊട്ട് മുന്നിലായി തന്നെയാണ്, അതിന് അഭിമുഖമായി തന്നെയാണ് പുതിയ മന്ദിരവും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുതിയ മന്ദിരം നിർമ്മിച്ചതിൻ്റെ ഭാഗമായി പുറത്തിറക്കിയിട്ടുള്ളൊരു സുവനീറുണ്ട്. ഈ സുവനീറിലാണ് ഈ പറയുന്ന രീതിയിൽ ടൂറിസം വകുപ്പിൻ്റെതായി 2 ലക്ഷം രൂപയുടെ പരസ്യം ടൂറിസം വകുപ്പ് നൽകുന്നത്. ഈ സുവനീർ കമ്മിറ്റി ആദ്യം ടൂറിസം വകുപ്പ് ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ചൊരു ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയിരുന്നു. അതിന് ടൂറിസം വകുപ്പ് ഡയറക്ടർ ശുപാർശയോടെ മന്ത്രിക്ക് നൽകുന്നു. മന്ത്രി അതിനെ വളരെ പെട്ടെന്ന് അനുവദിച്ച് ഉത്തരവും പുറപ്പെടുവിക്കുന്നു. ഈ മാസം 9-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഈ 2 ലക്ഷം രൂപ അനുവദിക്കുന്ന രീതിയിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം പരസ്യങ്ങൾ നൽകുന്നൊരു കീഴ്വഴക്കം കേരളത്തിലുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലൊരു കെട്ടിടം, നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ആസ്ഥാന മന്ദിരം തൊട്ടടുത്ത ഒരു പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുന്നത് മാത്രമാണ് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു നവീകരണം എന്ന രീതിയിലാണ് ഈ ഉത്തരവിൽ പോലും പറഞ്ഞിരിക്കുന്നത്. അതായത് പുതിയ മന്ദിരം നിർമ്മിച്ചതാണെങ്കിലും നവീകരണത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയിരിക്കുന്ന സുവനീറിൽ പരസ്യം നൽകുന്നതിന് പണം അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ സുവനീറിലേക്ക് പണം നൽകുന്നത് സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ രീതിയിൽ വിറ്റഴിച്ചു പോകുന്ന സംഭവമൊന്നുമല്ല. ഒരു കുറച്ച് പേർക്ക് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് പ്രിന്റിംഗ് മാത്രം നടക്കാൻ പോകുന്ന ഒരു സുവനീറിലേക്കാണ് ഇത്രയധികം പണം ടൂറിസം വകുപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അത് പാർട്ടിക്ക് സംഭാവനയായി നൽകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അല്ലാതെ സുവനീർ അച്ചടിച്ച് നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ പോകുന്ന ആ രീതിയിലൊന്നും കാര്യങ്ങളില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ടൂറിസം വകുപ്പ് 2 ലക്ഷം അനുവദിച്ചിരിക്കുന്നു. മറ്റു വകുപ്പുകൾക്കും സമാനമായ രീതിയിൽ പണം അനുവദിക്കാനുള്ള ഒരു കീഴ്വഴക്കം കൂടിയാണ് ടൂറിസം വകുപ്പ് തുറന്നു വയ്ക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഓരോ വകുപ്പിലെയും പ്രധാനപ്പെട്ട സംരംഭങ്ങളുടെയൊക്കെ പേരിൽ അല്ലെങ്കിൽ ചില മിഷനുകളുടെയൊക്കെ പേരിൽ ഈ പറയുന്ന പരസ്യം നൽകാൻ സർക്കാർ തുടങ്ങുകയാണെങ്കിൽ ഈ സുവനീറിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്താൻ, അതിൻ്റെ പരസ്യമായി CPM-ലേക്ക് സർക്കാരിൻ്റെ പണം, ജനങ്ങളുടെ നികുതി പണം ലക്ഷങ്ങൾ ഒഴുകിയെത്താനുള്ളൊരു സാധ്യത കൂടിയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതിനൊരു കീഴ്വഴക്കം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. ഇനി മറ്റു പാർട്ടികൾക്കും സമാനമായ രീതിയിൽ സർക്കാർ പണം കൊടുക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പോലും നവമാധ്യമങ്ങളിലൊക്കെ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്കിടയിലൊക്കെ വലിയ പരിഹാസവും ദൃശ്യമാണ്. ഇനി കോൺഗ്രസ് ആവശ്യപ്പെടുന്നു, കോൺഗ്രസിൻ്റെ ഒരു ആസ്ഥാന മന്ദിരമായ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ പണം ആവശ്യപ്പെട്ടാൽ നാളെ അതിലും ടൂറിസം വകുപ്പ് പണം കൊടുക്കുമോ തുടങ്ങിയിട്ടുള്ള പരിഹാസം ഈ സർവീസ് സംഘടനകൾക്കുള്ളിൽ CPM-ന്റെ ഫ്രാക്ഷനുകളിൽ പോലും ഉയരുന്നുണ്ട്. അനാവശ്യമായ ദൂർത്താണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. കാരണം നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയമാണ്, ആശാവർക്കർമാർക്ക് 100 രൂപ കൊടുക്കാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാരാണ് ഇഷ്ടക്കാർക്ക് വേണ്ടി കൂടുതൽ പണം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പരസ്യങ്ങളുടെ പേരിലൊക്കെ പാർട്ടിക്ക് ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് പണം വാരി വിതറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്. കഴിഞ്ഞ ദിവസവും നമ്മൾ പുറത്തുവിട്ടതാണ്, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോഴാണ് ആശാവർക്കർമാർക്ക് ഒരു 100 രൂപ പോലും വർദ്ധിപ്പിച്ച് നൽകാതെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ സ്വന്തം പാർട്ടി മന്ദിരങ്ങളൊക്കെ നവീകരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരങ്ങളൊക്കെ നിർമ്മിക്കാനും പാർട്ടിക്ക് സംഭാവന നൽകുന്നത് പോലെയാണ് പരസ്യങ്ങളുടെ പേരിൽ ഇത്ര ലക്ഷക്കണക്കിന് രൂപ സർക്കാർ നൽകുന്നത് എന്നുള്ളതുമാണ്. ഇനി മറ്റു വകുപ്പുകളിൽ നിന്ന് സമാന രീതിയിലുള്ള ഒരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ദേവിക. ശരി.